Okay, guys. Okay, sleep. Sleep. Singing and farting. Singing and farting. Good spirit, please come. Good spirit, please come. പറഞ്ഞോളൂ. Hypnotize. ഉറങ്ങി. Cool. Be cool. Cool. നമസ്കാരം. ജേണി ഓഫ് ഫിലിണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒരു ഓജ ബോർഡ് പരിപാടിയിലാണ് ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം രാത്രി 12 മണി സമയം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒപ്പം പാരസൈക്കോളജിസ്റ്റ് അബിന്ദ സാറപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. അദ്ദേഹം 6 വർഷത്തോളമായിട്ട് ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പ് സ്റ്റഡിയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മെൻ്റലിസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പരിപാടി എങ്ങനെയാണ് കൊണ്ടുപോകുന്നുള്ളതിൻ്റെ ഒരു ജിജ്ഞാസ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തൊട്ടടുത്ത് ശവക്കോട്ടയുണ്ട്. ഇതൊരു ആളുകൾ എഴുതാൻ ഇവിടെ താമസമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു ഉറപ്പായിട്ടും നമ്മളിത് ആത്മാവിനോട് കൊണ്ടുപോകുന്നു. സാറ് വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് ഓജ ബോർഡിൻ്റെ എഫക്റ്റിൽ മരണപ്പെട്ടവരൊക്കെയാണ് അവർക്ക് ഈ കേട്ടുള്ളത്. പുറം നാട്ടിലുള്ളവരാണ്. ഇവരൊക്കെ ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ. ഇവരാണ് ഓജ ബോർഡ് ചെയ്തിട്ട് കൂടുതലും റിസർച്ച് ചെയ്തിട്ട് മരണപ്പെട്ടവരൊക്കെ. അപ്പോൾ ഇതിനകത്തൊരു റിയാക്ഷൻ എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. ചില ആളുകൾക്ക് ഓജ ബോർഡ് എന്താണെന്ന് അറിയാമായിരുന്നു. ശരിക്കും ഓജ ബോർഡിന്റെ സിനിമയിൽ ഓജ ബോർഡിനെ കുറിച്ച് അറിയാം. ഓക്കെ, ശരിക്കും എന്ന് പറഞ്ഞാൽ ഓജ ബോർഡ് എന്നല്ല, വിജയ് ബോർഡ് എന്നാണ് ശരിക്കും പേര്. പല രാജ്യങ്ങൾക്കും പല പേരുകളാണ്. ഇപ്പൊ തന്നെ നമ്മുടെ പല സിനിമകളിലൂടെ വന്നിട്ടാണ് ഓജ ബോർഡ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ട്. ഇങ്ങനെ ഗോസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ഓജ ബോർഡാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ സിമ്പിളായ മാർഗം എന്ന് പറയുന്നത് ഇതിലൂടെയാണ്. പേടിയുള്ളവരാണെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആവും. അത് കാരണം നിലവിലത്തെ കണ്ടീഷൻ ഇവിടെ ആകും വലിയ പ്രശ്നങ്ങളില്ല. ആരൊന്നുമില്ല. ഇവിടെയുള്ള അസുഖങ്ങളൊന്നുമില്ല. കാലുമ കമ്പി അങ്ങനെ ഒന്നെങ്കിലും കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറിപ്പോകണമെന്നല്ലായിരിക്കും കൂടുതൽ. പിന്നെ ഷുഗർ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് ഇതിലൊക്കെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്തായാലും അപ്പം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്താം. ഓക്കെ, കൈ വെച്ചു. ജസ്റ്റ് സിമ്പിൾ ടച്ച് മതി. ചെറിയ സിമ്പിൾ ടച്ച്. എത്ര 4 പേരാണ്. 3 പേര് ആണെങ്കിൽ ഇത് എഴുതിക്കോളൂ കേട്ടോ. സ്പെല്ലിങ് എഴുതിക്കോളൂ കേട്ടോ. Good spirit, please come. Good spirit, please come. പറഞ്ഞോളൂ. Good spirit, please come. 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 Affected good spirit, please come. Good spirit, please come. Good spirit, please come. Are you in there? Good spirit, are you there? Are you there? Hi. Hello. It's good evening now. What's your name? പേരെന്താന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ കിളി പോയി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു സ്വപ്നം പോലെ എന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ അമലയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് മരിച്ചതെന്നൊക്കെ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിലപ്പുറം ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇതാണ് കൂടുതലും എഫക്റ്റ് ആവുന്ന കാര്യങ്ങളുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ സാധാരണ സിമ്പിൾ ഒരു മെത്തേഡായിരുന്നു. വളരെ പെട്ടെന്ന് മുമ്പ് കൂടുതൽ ഇപ്പോൾ ഒരു ഏജ്ഡുള്ള ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലാസ്സുകൾ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഏജിലുള്ള ആളുകൾ
ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഗുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. ഗുഡ് സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഇവിടെ മുതൽ ഞങ്ങളുടെ കളിയുടെ ലെവൽ അങ്ങോട്ട് മാറിയാണ്. കാരണം എല്ലാവരുടെ മനസ്സിനെ പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് അതിജീവിക്കേണ്ടി വന്നത്. ഞങ്ങൾ ഇതിന് മുന്നേ അമലോട് സംസാരിച്ച പോലെ ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു വരുത്തിയ ആളോട് ഞങ്ങൾക്ക് സംസാരിക്കുന്ന അത്ര എളുപ്പമല്ല, സാധിക്കുന്നില്ല. അപ്പോൾ അതിന്റെ ബേസിലാണോ എന്താണെന്ന് അറിയില്ല, വലിയ പ്രശ്നങ്ങളാണ് ഇനി അങ്ങോട്ട് ഓരോ വ്യക്തികളിൽ നിറഞ്ഞാടാൻ പോകുന്നത്. ബ്രേക്ക് കൂടുണ്ടല്ലോ നമുക്ക്. എന്താ ബ്രേക്ക് ഇടാ? ഹായ്, ഹലോ. ബ്രേക്ക് എഫക്റ്റ് കൂടുന്നുണ്ടോ? ഇത് എഫക്റ്റിൽ എന്താ? ഏയ് നമുക്കൊരു മിനിറ്റ്. ഓക്കെ, ജോക്സ്. ഇതെല്ലാം ജോക്സ് ആക്കിലോ. എന്തുപറ്റി? ജസ്റ്റ് ഒരു മിനിറ്റ്. ജസ്റ്റ് പേപ്പർ പിടി. ജസ്റ്റ് ഫിക്സ് പേപ്പർ. ജസ്റ്റ് ഒന്ന് സ്കൈപ്പ് ചെയ്യാൻ നോക്ക്. പേപ്പർ മുറിക്കാൻ നോക്ക്. ജസ്റ്റ് ഇതിനെ എഫക്റ്റ് ഞാൻ പറഞ്ഞതാണ്. നിനക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണതാണ്. ഓക്കെ, എഫക്റ്റ് പേപ്പർ മുറിക്കാൻ നോക്കുക. ജസ്റ്റ് പിന്നെ ബ്രേക്കപ്പ് പേപ്പർ മുറിക്കാൻ പറ്റില്ല. മാറ്റി. ഓക്കെ, singing and floating. Cool. Singing and floating. Clear. Be cool. ആ ഗ്ലാസ് ഔട്ടായി. ഗ്ലാസ് ഔട്ടായി. ഓക്കെ, no problem. Be cool. Some sleeping. Sleep. Okay, effect sleep. അങ്ങനെ എഫക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മെഡിസിൻസ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്ലസ് അത് വോൾട്ട് കൂടിയതാണ്, ബ്ലഡ് സർക്കുലേഷനിൽ വോൾട്ട് കൂടിയതാണ്. ഓക്കെ, അഡ്രിനാൽ ഫോർമേഷൻ മാക്സിമം എന്ന് പറഞ്ഞാൽ 25 മേലെ വന്നു കഴിഞ്ഞാലാണ് അതൊക്കെ. ഭയം ഉള്ളിലുണ്ടായിരുന്നു. ഹാൻഡ്സ് ഓക്കെ, പിടിച്ച അത് പേരെന്ന് പറയണ. ഒന്ന് ജസ്റ്റ് ബേക്കപ്പ്. ജസ്റ്റ് വെള്ളം കുടിച്ച. വെള്ളം കൂടി. എടാ വാർക്ക് വെള്ളം കൂടി. എവിടെയാന്ന് ഓർമ്മയില്ല. എന്താ തോന്നണേ? ഓക്കെ, നോ പ്രോബ്ലം. എന്താ തോന്നണേ? ഇപ്പൊ എവിടെയാണ്? നീ ഇപ്പൊ എവിടെയാണ് തോന്നുന്നത്? നിനക്ക് എവിടെയാ തോന്നണേ? പേരെന്ന് പറഞ്ഞേ. എബിൻ. ശരിക്കുള്ള പേര് എന്നോട് പറഞ്ഞ ക്ലിയർ ആയില്ല. എബിൻ തന്നെയാണോ? എന്താ പറയണേ? മനസ്സിലാവില്ല. ക്ലിയർ. ഏജ് പറഞ്ഞ. ഏജ് എന്താ? വയസ്സ് 13. അമലയുടെ വയസ്സോ? എന്താണ് പ്രശ്നം? പറയട്ടെ, ക്ലിയർ. ജസ്റ്റ് ഒന്ന് കൂളായി. എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് കൂളായി. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ജസ്റ്റ് ബി കൂൾ. ഒന്ന് ബ്രീത്ത് ചെയ്ത്. ബ്രീത്ത് ആയി. ബ്രീത്ത് ഔട്ട്.
and breathe out. എൻ്റെ കൈ നോക്കി സാറേ ലേറ്റ് ഉണ്ടോ സാറേ? ലേറ്റ് ഉണ്ടോ? ലൈറ്റ് ഇട്ടോ, ജസ്റ്റ് ലൈറ്റ് ഇട്ടോ. എൻ്റെ ഈ കൈ നോക്കി, ഈ കൈ ഒന്ന് ജസ്റ്റ് നോക്കി. ജസ്റ്റ് കൂൾ ആൻഡ് ഹെവി സ്ലീപ്പിംഗ് ആൻഡ് ഹിപ്നോസിസ് ആൻഡ് സിംഗിങ് ഫ്ലോട്ടിങ് ഹിപ്നോട്ടൈസ്. ഉറങ്ങി. കൂൾ. കൂളായി നീ ജസ്റ്റ് ഓക്കെ. അത് കിടത്തിക്കോ. ഓക്കെ ഞാൻ പറഞ്ഞ മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇതൊരു വെള്ളം ജസ്റ്റ് ഒന്ന് ഓക്കെ. എന്നിട്ടോ ജസ്റ്റ് ഒന്ന് എന്നിട്ട് ആഷ്ലി എന്നിട്ട് ഇവിടെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞോ? എന്താണ്ടായെന്ന് തോന്നിയോ? ഓക്കെ, എന്താന്ന് തോന്നിയ? എവിടെയായിരുന്നു നീ? വെള്ളം കുടിച്ച ഓക്കെ. നീ ഈ പേപ്പറൊന്ന് കയറിയ, പേപ്പറൊന്ന് വലിച്ചു കയറിയ, രണ്ടായിട്ട് കയറിയ, ഒന്ന് വലിച്ചു കയറി. എന്താ നേരത്തെ പറ്റിയില്ല? നേരത്തെ ഉണ്ടോ? കുറെ വലിച്ചു നോക്കിയില്ലേ നീ? ഇത് ഓർമ്മയുണ്ടോ? പേടിച്ചിട്ടാണ്. നോ പ്രോബ്ലം. ഒന്ന് എഴുന്നേറ്റ് കൈയും കാലും. വേണ്ട, കുഴപ്പമില്ല, ഞാൻ നോക്കിയോളാം. ആളോക്കെയാണ്, വെള്ളം കുടിച്ചാൽ ഓക്കെ. ജസ്റ്റ് ആളോക്കെയാണ്, ക്ലിയർ ആണ്. അത് വെള്ളം നല്ലോണം കുടിക്കുക. പേടിച്ചിട്ടാണ്. അവിടെ ബാക്കിൽ നമുക്ക് ജസ്റ്റ് ബാക്കിൽ നമ്മൾ നോക്കിയപ്പോ ജസ്റ്റ് ഒരു നേരത്തെ കണ്ടിരുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു വൈബ്രേഷൻ അനുഭവപ്പെട്ടിരുന്നു ബാക്കിൽ വീടിന്റെ. അപ്പൊ അത് കണ്ടപ്പോ പേടിച്ചാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ജസ്റ്റ് അത് കുഴപ്പമില്ല, പേടിയുടെ വന്നതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞത് ചോദിച്ചത് വല്ല ക്രോസിൻസോ മറ്റുള്ള എന്തെങ്കിലും മെഡിസിൻസോ കാർബൺ എഫക്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ. വേണ്ട, നോ പ്രോബ്ലം. ഓക്കെ, ആള് റിയലായി, ക്ലിയർ ആയി. ജസ്റ്റ് വെള്ളം കുടിച്ചാൽ ക്ലിയർ ആവും. എന്തുണ്ടായെന്ന് തോന്നണ്ട? എനിക്ക് എന്താണ് തോന്നുന്നത് ഈ പെയ്യ നേരത്തിനുള്ളിൽ? എന്താണ് ഉണ്ടായെന്ന് ഓർമ്മയുണ്ടോ? മുല്ലപ്പൂവിന്റെ മണം. മുല്ലപ്പൂവിന്റെ മണം വരുന്നുണ്ട്. മുല്ലപ്പൂവിന്റെ മണം വരുന്നുണ്ട്. ഇത് കയ്യൊന്ന് നോക്കിയൊക്കെ ജസ്റ്റ് ഒന്ന്. മുല്ലപ്പൂവാണോ അതോ പാലപ്പൂവിന്റെ സ്മെല്ലാണോ? ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും എഫക്റ്റ് ആവുന്നുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് പാലപ്പൂവിന്റെ മണം. പാലപ്പൂവിന്റെ മണം പക്ഷേ പാലപ്പൂവിന്റെ മണമാണോ? ഓക്കെ. ജസ്റ്റ് എന്ത് സ്മെല്ലാണ്? സ്മെല്ല് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്മെല്ല് എഫക്റ്റ് ആവുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ എവിടെയോ പോയിട്ടൊരു സ്മെല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ സ്ക്രബ് ചെയ്തിരുന്നു, പൂക്കളോ എന്തെങ്കിലും സ്ക്രബ് ചെയ്തിട്ടില്ലല്ലോ? മുല്ലപ്പൂവാണോ അതോ പാലപ്പൂവിന്റെ മണ്ണാണോ? ജസ്റ്റ് എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്താ പറയണ? എന്താ മനസ്സിലാവുന്നില്ല, ക്ലിയർ ആവുന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് പറയുന്നത്? അറിയില്ല. അവിടെ ആരുടെ വോയിസാണ് കേൾക്കുന്നത്? എന്തെങ്കിലും ഒരു ആണിന്റെ വോയിസ്? ആണിന്റെ വോയിസ് കേൾക്കുന്നുണ്ട്. ജസ്റ്റ് പ്രായമായ ആളുടെ. ഓക്കെ. ജസ്റ്റ് ഓക്കെ. ഒന്ന് ബി കൂളേത്, കണ്ണടച്ച് കൂളായിട്ടിരുന്ന ജസ്റ്റ് ഒന്ന് കൂളായിട്ടിരുന്ന. ബി എഫക്ട്. ഓക്കെ, കൂൾ ആൻഡ് ബ്രീത്ത് ഔട്ട് and breathe out. Close your eyes. Take a deep breath. 1 2 3 4 5 6 7 8 9 10. Be cool. Okay, breathe out. Okay, just clear ആയി നോക്കിയാ. ഇപ്പം എന്താ ഒന്നുമില്ല. ഒന്ന് വെള്ളം കുടിച്ച്.
ഞാൻ അറിയാൻ പാടില്ല. ഞാൻ പേടിച്ചു എന്താ വെച്ചിട്ടാ പേടിയുണ്ടോ ഇനി ഇപ്പൊ രാത്രി പോവാനൊക്കെ പേടിയുണ്ടോ? ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല, ക്ലിയർ അല്ലേ? ബി കൂൾ അല്ലേ? ഒന്ന് ഹാക്കിയത് സാറേ. ഞാനൊരു കാര്യം ചോദിച്ചോ സാറേ. ഓക്കെ. ഇപ്പൊ അവൻ അവിടെ നടന്ന കേസൊന്നും അറിയാൻ പാടില്ല. ഇപ്പൊ ഒന്നും അറിയാൻ പറ്റില്ല, എന്തായാലും അവനൊന്നും അറിയാനില്ല എന്താണെന്നുള്ളത്. അവിടെ സീരിയസ്ലി എന്താണോ അഫക്റ്റില് കോയിൻ വെച്ചത് മാത്രം, ഗ്ലാസ് വെച്ചതൊന്നും ഓർമ്മയില്ല. നമ്മള് ഗ്ലാസ് കൊയിന് എസ് വെച്ച് അവിടെ ഇത് അവിടുന്ന് ഇങ്ങോട്ട് ഓർമ്മയുണ്ട്. അതായത് ആദ്യം മറ്റേ കുട്ടികളില്ലേ, അതിനുശേഷം പുള്ളിക്ക് ഇല്ല, ഓർമ്മയില്ല. ഓർമ്മയില്ല. ഓക്കെ, ആ ഹിപ്നോസിസിൽ പോയതാ ആള്, കുഴപ്പമില്ല, നോ പ്രോബ്ലം. സത്യത്തില് ഇത് ഒരു ഓജോ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡിയോമോട്ടർ എഫക്റ്റ് ആണ് സാധാരണ രീതിയിൽ കളിക്കുന്നത്. ഈ എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ബ്രെയിനിൽ ഒരേമാതിരി തന്നെയാണ് സംഭവിക്കുന്നത്. ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന സൈക്കിക് പ്രോബ്ലം ആയാലും തന്നെ ബ്രെയിൻ കബളിപ്പിക്കുന്ന മെത്തേഡുകളാണ് ഇതെല്ലാം. അല്ലാതെ തന്നെ ഇതിലൊരു രീതിയിലോ ഗോസ്റ്റ് എഫക്റ്റോ ഒന്നും തന്നെ ഇല്ല. ഇത് ഞങ്ങൾ ഒരു മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണത്. ഇവന്റെ കാര്യം ഓക്കെ. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുന്ന ചിലൊരു മെത്തേഡാണ്. ആർക്കായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഷ്യസ് ലെവലില് ഉണ്ടാവുന്നതാണ്. കോയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഗോസ്റ്റ് അല്ല നീക്കുന്നത്, നമ്മൾ തന്നെയാണ് ആ കോയിൻ നീക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സെമി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്ട് കൂടിയവനായിരിക്കും ഈ പറയുന്ന ഇഡിയോമോട്ടർ എഫക്ട് ഉണ്ടാവുന്നത് ഹോർമോൺ ലെവലില്. ആ ഹോർമോൺ ലെവലിൽ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ് ഈ കോയിൻ മൂവ് ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു സാധനത്തിന്റെ മുകളിൽ സ്വാഭാവികമായിട്ട് കൈ വെച്ച് നോക്കിയാൽ കോയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് നീങ്ങും. അതെന്ന് പറയുന്നത് ഇതിലേക്ക് തന്നെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ. ഈ പറയുന്ന ബോർഡിലേക്ക് ശ്രമിക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഹിപ്നോസിസ് മൈൻഡാണ് വരുന്നത്. ഹിപ്നോസിസ് മൈൻഡ് വരുന്നത് അത് കൺട്രോൾ ചെയ്യാൻ എനിക്കറിയാം. ആ കൺട്രോളിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിലെ നെയിംസും ഉള്ള കാര്യങ്ങളും കണ്ടുപിടിച്ച് തന്നെ. ഓക്കെ. അപ്പോ ഞങ്ങൾ ഓജോ ബോർഡ് കളിച്ചതും ഇവിടെ ഭീതിജനകമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ഉണ്ടായത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിൽ കളിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ എന്താണെന്നുള്ളത് വ്യക്തമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു നേരമ്പോക്ക് എന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നിലവിൽ അഭിന്ദാ സാറ് നമ്മളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മുടെ ഉപബോധ മനസ്സിൽ തോന്നുന്ന ചില പ്രക്രിയകളാണ് ഈ കാണിച്ച പരിപാടികളെല്ലാം. അപ്പോൾ ഗംഭീരമായിട്ട് എന്റെ ബ്രോ ഒന്നും പറയാനില്ല, അടിപൊളി ആക്ടറാണ്. ഗംഭീര ബോധവും കാരണം പറഞ്ഞാല് ആ ഒരു ഡൗട്ട് തോന്നാത്തതിൽ അതിഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. ഇത് 1-2 പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. ഇവിടെ ചൂലും മണ്ണൊക്കെ വേറെ ആൾക്കാർ പോകേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിലേക്ക് അതിനെ മാറ്റിയുള്ളത്. എന്തായാലും എനിക്ക് അവന്റെ കേസ് എനിക്ക് അറിയില്ല, കാരണം എനിക്ക് ഇവന് പണ്ട് അറിയാം, ഇവന് കഴിവുള്ള കുട്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇവന് അതിന് മുടുക്കനാ, ഇവനത് ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്തു, കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്താണ് നിന്ന്. അപ്പൊ എന്തായാലും ഡൗട്ടാണ് ഇവനാണ് ഒന്നും അറിയാൻ പാടില്ലാണ്ടത്, ഇവനും ഒന്നും അറിയാൻ പാടാറില്ല. അപ്പൊ ഞങ്ങൾക്ക് 4 പേർക്കും അറിയാറുണ്ട്, ഇവർക്ക് ഈ ക്യാമറമാൻ ഉൾപ്പെടെ ഇവർക്ക് 3 പേർക്കും ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഇതിനകത്ത് കുറച്ച് പേർക്ക് അറിയുകയും കുറച്ച് പേർക്ക് അറിയാതിരിക്കുവാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ പിന്നിലെ കഥകൾ. നമ്മുടെ ബുദ്ധിയുടെ വിവിധ തലങ്ങൾ പോകുന്നു എന്നുള്ളത് മാത്രം. അപ്പൊ ഇതിനകത്ത് ആത്മാവ് നമ്മളെ തേടി വരും. ഓജോ ബോർഡിൽ കോയിൻ നിങ്ങളെ പൈസ കൊടുത്തല്ല കാശുപുളി കൊണ്ടിടും, പെണ്ണുള്ള കാറോ ബില്ലോണോ മേടിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. അപ്പൊ ഇതൊരു വലിയ അറിവിന് വേണ്ടി ചെയ്തതാണ്. ഒത്തിരി പേര് ഇങ്ങനെ ഓജോ ബോർഡ് കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വള്ളിക്കെട്ട് മേഖലകളിലേക്ക് ചെന്ന് ചാടി മനസ്സിന് ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വലിച്ചേക്കുന്നില്ല സാറേ, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഓരോ എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പൊ ഇന്ന എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ.